അസ്സലാമലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും വീണ്ടും നിങ്ങളുടെ മുൻപെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ കൊച്ചു കാര്യങ്ങൾ എൻ്റെ മക്കളുടെ ബർത്ത്ഡേയുടെ കേസ് നൽകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നടക്കില്ല. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു സപ്പോർട്ടിൻ്റെ മാത്രം എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അതായത് അടിപൊളി മഴയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ചേർന്ന് കഴിഞ്ഞ് വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് 3-ാം തീയതി രാവിലെ ഉള്ള സ്കൂൾ തുറക്കുന്ന ദിവസത്തെ വീഡിയോസാണ് കേട്ടോ. ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ താമസിച്ചു പോയതാണ്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ കാപ്പിക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇടിയപ്പവും കടലക്കറിയാണ് കേട്ടോ. അന്ന് എൻ്റെ മക്കളുടെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പം കേക്ക് ഉണ്ടാക്കുന്ന വരെ ഉള്ള വീഡിയോസ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുറിക്കുന്നതും പായസം വെക്കുന്നതൊക്കെ വീഡിയോസ് പിന്നെ ഇടാമെന്ന് പറഞ്ഞല്ലോ, ലെന്ത് കൂടുതലായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോ മാത്രമാണിത് കേട്ടോ. അപ്പം ഇത് രാവിലെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് ഓർഡറുകളുണ്ട്. അപ്പോൾ അതിൻ്റെയും പണി നടക്കണം. പിള്ളേരെ മക്കളെ സ്കൂളിൽ വരണം. ഇതെല്ലാം ആയിട്ട് ഇച്ചിരി തിരക്ക് പിടിച്ച പണിയിലാണ് കേട്ടോ. അപ്പം കൈ നിറച്ചും എണ്ണയുള്ളതുകൊണ്ട് ഇത് ഇടിയപ്പം പീച്ചിട്ട് അത് വരാൻ ഇച്ചിരി ഒരു ഇത് കേട്ടോ. എന്ന് വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ എൻ്റെ കയ്യിൽ തിന്നി പോകുന്നുണ്ട്. എന്താണെങ്കിലും വേണ്ടില്ല, ഞാൻ ഒരുവിധമൊക്കെ അതിൻ്റെ അകത്ത് മാവൊക്കെ വെച്ച് ഞാൻ പീച്ചിയൊക്കെ എടുത്ത് റെഡിയാക്കി ഇടിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരടുപ്പിൽ കടലക്കറിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടടുപ്പിലും കൂടെ ആകുമ്പോൾ എളുപ്പം പരിപാടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പോൾ എന്താ ഞാൻ ഇടിയപ്പമൊക്കെ പീച്ച് ആവി കയറ്റാൻ വേണ്ടി, അത് വേകാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇടിയപ്പം എല്ലാം പീച്ച് അത്യാവശ്യം കുറച്ച് മാത്രമേ പീച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഞാൻ പിന്നെ തേങ്ങ എല്ലാം കൂടി തിരുമ്മി വന്നിട്ട് നമുക്ക് ഉരുളയായിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ ഇടിയപ്പമായി, കടലക്കറിയൊക്കെ ആയി നോക്കി ഒരല്പം വെള്ളം കൂടെ പറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് വെള്ളമൊക്കെ പറ്റട്ടെ എന്നോർത്ത് ഞാൻ അടുപ്പിൽ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ണിയപ്പം ഇടാനുള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാകാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഓരോരോ ധൃതി വെച്ച പണികൾ നടക്കുകയാണ്. അപ്പോൾ സമയമാണെങ്കിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. സമയം നമ്മളെ കാത്തിരിക്കാമല്ലോ അല്ലേ. അപ്പോഴത്തേക്ക് കാത്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുമോ, അതുമില്ല. അപ്പം ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഞാൻ എളുപ്പം ചായ വെക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കി കേട്ടോ. ഇന്നെന്നാ മക്കളുടെ ബർത്ത്ഡേ രാവിലെ ഒരു എന്നാ പറയുന്നത്, മക്കൾ രാവിലെ സ്കൂളിൽ പോകേണ്ട ധൃതിയിലും കാര്യങ്ങളിലൊക്കെയാണ്. ഇനി എന്നിട്ട് വേണം കേക്കും കാര്യങ്ങളെല്ലാം മുറിക്കാൻ. മക്കളാണ് അതിൻ്റെ തിരക്ക് പിടിച്ച പണിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ചായയായി, ഇടിയപ്പവുമായി, കടലക്കറിയായി. അപ്പോൾ മക്കൾക്ക് ചായ കൊടുത്തേക്കാന്ന് ഓർത്ത് രാവിലെ ഞാൻ ചായയൊക്കെ ഒഴിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പം വീഡിയോസ് ഇതിനകത്ത് ഞാൻ വോയിസ് പറയുമ്പോഴത്തേൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ, ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വളരെ വേഗത്തിൽ കാണാൻ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഓരോരോ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഓരോരുത്തരുടെ സപ്പോർട്ടിൻ്റെ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വളരെയധികം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചായയൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ചായ ഒഴിച്ചു. എന്നിട്ട് മക്കൾക്ക് ഇടിയപ്പം കൊടുക്കാമെന്ന് ഓർത്തു കേട്ടോ. മക്കളപ്പോൾ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് കാപ്പിയുടെ കുടിച്ചിട്ട് എന്നാൽ കേക്ക് മുറിക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ മക്കൾക്ക് കാപ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 മാസം വീട്ടിലൊക്കെ ഇരുന്ന് നേരം താമസമൊക്കെ എഴുന്നേറ്റും അങ്ങനെയൊക്കെ ആയിട്ടില്ല. അപ്പോൾ രാവിലെ ഇന്ന് എഴുന്നേറ്റ് മക്കളെ കാപ്പി കുടിക്കാൻ വിളിച്ചപ്പോൾ ആർക്കും ഒരു താല്പര്യമില്ല കേട്ടോ കാപ്പി കുടിക്കാനൊക്കെ. അപ്പോൾ അത് വെക്കേഷൻ സമയത്ത് താമസമൊക്കെ അല്ലേ കാപ്പി കുടിച്ചത്. അപ്പോൾ ഇത്രയും നേരത്തെ കാപ്പി കുടിക്കേണ്ടതായിരിക്കും. എന്തായാലും വഴക്കൊക്കെ പറഞ്ഞ് ഞാൻ കാപ്പിയൊക്കെ എടുത്തു കൊടുത്തു. അപ്പം പിന്നെ എൻ്റെ അടുത്തും കൂടെ കഴിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ മക്കൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിക്കാൻ വേണ്ടി എല്ലാം പോവാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഇടിയപ്പം വരുന്നു കേട്ടോ. നല്ല മയമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കടലയും നമുക്ക് ചുമന്ന കടലയും വെള്ളക്കടലയും കിട്ടുമല്ലോ. ഇത് വെള്ളക്കടലയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ചില കടല വേഗം നല്ല പാടുണ്ടാവും അല്ലേ, നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചാലും ഉണ്ടാക്കുമ്പം ഇതാണെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കറി വെച്ചെടുത്തപ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ മക്കൾക്കെല്ലാം കാപ്പി കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാനും എന്നാൽ അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനും ഇടിയപ്പം എടുത്തു കേട്ടോ കഴിക്കാനും. ഇടിയപ്പം ചായയൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ എൻ്റേതായ കലാപരിപാടിയിലേക്ക് വീണ്ടും പോയി കേട്ടോ. ശങ്കരൻ വീണ്ടും തെങ്ങേലാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി വിട്ടിട്ട് വേറെ പണിയില്ലല്ലോ. ആദ്യം തന്നെ പിന്നെ ഉണ്ണിയപ്പം കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് ഉണ്ണിയപ്പത്തിന് ഇന്ന് ഓർഡറുണ്ട്. അതുപോലെ തന്നെ നെയ്യപ്പവും പരിപ്പുവടയ്ക്കുമാണ് ഇന്ന് ഓർഡർ കേട്ടോ.
അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പം മക്കൾ സ്കൂളിൽ പോകുന്ന നോക്കണം. ഇനി ഇതൊഴിച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകുമെന്ന് അറിയത്തില്ല. അപ്പം മക്കൾ കാപ്പ് കുടിച്ചിട്ട് കേക്ക് മുറിക്കാൻ വരും, കേക്ക് മുറിക്കണം. അങ്ങനെയൊക്കെയുള്ള ഓരോരോ ടെൻഷനും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മക്കളെല്ലാം കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പകുതി മുറിച്ചു, പിന്നെ പൂവൊക്കെ അത് അങ്ങോട്ടിട്ടിട്ട് ഇങ്ങോട്ടിട്ടൊക്കെ പോകണ്ടേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പ്രത്യേകിച്ച് ആൾക്കാരെ വിളിയിലോ പറച്ചിലോ ഒന്നുമില്ല കേട്ടോ. ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മക്കൾ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ എന്തേ എല്ലാം കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകാൻ എല്ലാം റെഡിയായി വന്നതിന് ശേഷം ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അടിപൊളിയായി കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നല്ല 2 ലെയറിൻ്റെ കേക്കാണ് ഇന്ന് വാവാച്ചി ഉണ്ടാക്കിയത്. 2 പേരും കൂടിയാണ് കേട്ടോ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നലെ മക്കൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിങ്ങനെ എടുത്തു വെക്കുന്നതും ഡെക്കറേഷൻ ചെയ്തൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോയിൽ കാണിച്ചായിരുന്നല്ലേ. അപ്പോൾ എന്താ 15ാമത്തെ വയസ്സിലേക്ക് കയറി കേട്ടോ മക്കൾ. അപ്പോൾ അതിൻ്റെ കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ അടി വെക്കാൻ മറ്റേ സ്റ്റാൻഡുണ്ട്. അതുകൂടാതെ നമുക്ക് വേറൊരു വട്ടത്തിലുള്ളത് വേണമല്ലോ, അതില്ലാത്തതുകൊണ്ട് ഇത് പേസ് ബോർഡ് അങ്ങോട്ട് മുറിച്ച് മക്കൾ അതിൽ വെച്ചിട്ടാണല്ലോ ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തത്. അങ്ങനെ പിന്നെ ഞാൻ വൈകിട്ട് പിന്നെ പായസമൊക്കെ വെച്ച് കേട്ടോ. പായസമൊക്കെ വെച്ച് മക്കൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനും കുടിച്ചു. അത്യാവശ്യം കൂട്ടുകാർക്കും അയൽവക്കത്തൊക്കെ കൊടുത്തു. അതിനുശേഷം നോക്കിയപ്പം മുറ്റത്ത് ഒരു ചീര നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അത് കണ്ടിച്ചെടുത്ത് വെക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാനത് കണ്ടിച്ചെടുത്ത് വെക്കാൻ കേട്ടോ. നല്ല പൊക്കത്തിൽ വളർന്നു വരികയും ചെയ്തായിരുന്നു കേട്ടോ. നല്ല തണ്ടാണ്, നല്ല തളിർത്ത് നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇപ്പോൾ ആണെങ്കിൽ അതിൽ കളയാനൊന്നുമില്ല. ഈ തണ്ടും ഇലയും എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് ഒരു ഇച്ചിരി പരിപ്പൊക്കെ ഇട്ടുണ്ട് ഒന്ന് തോരൻ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ട് കഴുകി പറക്കി പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. ഇതാ തണ്ട് കണ്ടില്ല, തണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല, മുറിച്ചെടുത്ത് ആ തണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. തണ്ടിലാണ് ചീരയുടെ ഇലയിൽക്കാട്ടിലും ചീരയുടെ തണ്ടിലാണ് ഏറ്റവും ഗുണമുള്ളത് കേട്ടോ. എന്തായാലും ഞാൻ ആ ഒരു മൂടേ ഉള്ളായിരുന്നു കേട്ടോ. അത് അത്രയും വളർന്ന് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ആവശ്യത്തിന് ചീരകൾ കിളുക്കുന്നുണ്ട്. എല്ലാം കുഞ്ഞു തൈകളായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്ത് റെഡിയാക്കി കഴുകിക്കൊണ്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കേട്ടോ. പിന്നെ ഇനി അടുത്ത പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി കറി വെക്കാമെന്ന് ഓർത്ത് എല്ലാം ഒതുക്കി പറക്കി കൊണ്ടുവച്ചു. അങ്ങനെ അതെ നമ്മുടെ രാത്രി ആയിട്ടുണ്ട്. എല്ലാ കച്ചവടവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി വന്നതിന് ശേഷം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വറക്കാൻ അതിലരപ്പെല്ലാം പുരട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ തോരൻ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അതായത് ചീരയും നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ അത് കുതിർത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒരു തോരൻ വെക്കാമെന്ന് ഓർത്തു കേട്ടോ. അതേ തണ്ട് കണ്ടില്ല, തണ്ടെല്ലാം അരിഞ്ഞിടാൻ പറ്റിയ പരുവത്തിലുള്ള തണ്ടാണ് കേട്ടോ. മൂപ്പൊന്നുമില്ല, നല്ല തളിർത്തിരിക്കുന്ന തണ്ടാണ് കേട്ടോ. അപ്പം അതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഞാനൊരു തോരൻ വെക്കാം. നമ്മുടെ പിന്നെ കടിഞ്ചായ നമ്മൾ ഒഴിവാക്കുകയല്ല കേട്ടോ. ഏതൊരു ജോലി ചെയ്തുകൊണ്ടിരുന്നാലും എൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് കടിഞ്ചായ എപ്പോഴും കാണും കേട്ടോ. അപ്പം തണ്ടരിയുന്ന കണ്ടുകൊണ്ട് ചെറുക്കായി വന്നിട്ട് തണ്ടൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അങ്ങനെ പിന്നെ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് പറക്കി ചീര കുറച്ചേ ഉള്ളൂ, എന്നാൽ ആ തണ്ടും ചീര എല്ലാം കൂടെ കൂട്ടി ഒന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് പരിപ്പ് ഇട്ട് റെഡിയാക്കുമ്പോൾ റെഡിയാകും കേട്ടോ. ഇതാണ് പരിപ്പ് ഞാൻ കുതിർത്ത് അടുപ്പിൽ വെച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അതൊന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഈ കറി തന്നെയാണ് പിറ്റേന്ന് രാവിലെ വൈകിട്ട് വെക്കുവാണെങ്കിൽ പിറ്റേന്ന് രാവിലെ മക്കൾക്ക് സ്കൂളിലും കൊടുത്തു വിടാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് വൈകിട്ട് പിന്നെ വെക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ മീൻ വറുത്തതും ഈ തോരനൂടെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പരിപ്പ് അടുപ്പിൽ വെച്ച് വേഗം വെച്ചു. അരി നേരത്തെ ഇട്ടായിരുന്നു കേട്ടോ. അരി ഒരുവിധം വേകാറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ നോക്കുവാണ്. അപ്പം നമ്മൾ വെള്ളരിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം അത് വെള്ളരി ആയതുകൊണ്ട് എളുപ്പം വേകുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇടയ്ക്ക് നോക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെ സ്റ്റൗവേൽ ഞാൻ മീൻ വറക്കാനൂടെ വെച്ച് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നടന്നാൽ എളുപ്പം ഈ പണികളെല്ലാം ഒതുക്കിയിട്ട് വേണം നാളത്തെ കേറ്ററിങ്ങിൻ്റെ ഉള്ള പരിപാടിയിലേക്ക് എനിക്ക് നീങ്ങാം കേട്ടോ. അതിന് വേണ്ടി എളുപ്പം ഞാൻ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ്. അരപ്പൊക്കെ അരച്ചെടുത്തു കേട്ടോ. അരപ്പിൽ നിന്ന് ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഒരു വെളുത്തുള്ളിയും 1-2 പച്ചമുളകും തേങ്ങയും മഞ്ഞളും എല്ലാം കൂടെ വെച്ചൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ തോരനൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ഒരല്പം പോലും എരിവില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഒട്ടും എരിവില്ലേലും കൊള്ളത്തില്ലല്ലോ, ഒരു ലേശം എരിവൊക്കെ വേണ്ടേ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അതെല്ലാം ഇട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വേറെ ഒരു കറിയുടെ ആവശ്യം വന്നില്ല, ഈ ഒരു കറി മാത്രം മതിയായിരുന്നു. വേറെ നിറച്ചും ചോറിനാം കേട്ടോ. അപ്പം അരപ്പിരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് വെന്ത് ഞാൻ വാങ്ങി വെച്ചായിരുന്നു.
അപ്പം എന്താ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ അരപ്പ് ഞാൻ വെള്ളത്തിലിടാൻ ജാറെടുത്തപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് വടിച്ച് ഇട്ട് റെഡിയാക്കി ഒന്ന് ഇളക്കി ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ അരപ്പിൻ്റെ അകത്ത് തന്നെ. അപ്പം എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നിട്ട് ഇളക്കി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ വീഡിയോസ് ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. വീഡിയോസ് ഒന്നും ഡെയിലി എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഈ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് പറ്റുന്നില്ല. എന്നാൽ ഒരുപാട് വർക്കുകളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഒരുപാട് സമയമൊക്കെ നമുക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജോലികൾ തീരാനൊക്കെ താമസമുണ്ട്. മറ്റുള്ള കാര്യത്തിലെല്ലാം ഇടപെടുന്നതെല്ലാം നമുക്ക് താമസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആകപ്പാടെ മടുത്തും പോകും. അപ്പം പിന്നെ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഇതൊന്നും നമ്മൾ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഓർക്കും ഡെയിലി വീഡിയോ ഇടണം എന്നൊന്നും നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനിയും മുന്നോട്ട് അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റട്ടെ എന്ന് ഞാൻ പടച്ചോളത്ത് ഇടുന്നു കേട്ടോ. ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ആയി കാണാൻ ഒരാഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പം പിന്നെ ഞാൻ അരപ്പ് ഇട്ടു. അത് കഴിഞ്ഞ് പരിപ്പിട്ട് ഇളക്കി. അതിന് ശേഷം ഞാൻ ചീരയും കൂടി ഇട്ട് ഇളക്കി വെച്ചു കേട്ടോ. ചീര ഇട്ട് ഇനിയിപ്പം തീയുടെ ആവശ്യമില്ല കേട്ടോ. ഈ അടുപ്പിൻ്റെ അകത്ത് നല്ല ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ വിറകൊക്കെ എടുത്ത് മുറ്റത്ത് അടച്ച് വെച്ചതിന് ശേഷം മുറ്റത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടു. നല്ല തീ ചൂട് നല്ലതായിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ 2 കമ്പ് കൊള്ളി വിറകുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ 2 എടുത്ത് മുറ്റത്ത് കൊണ്ടിട്ട് അതും അടച്ചവിടെ വെച്ചു. അപ്പം മീനൊക്കെ ഒരുവിധം മൂത്ത് റെഡിയായി വന്നതിന് ശേഷം ആകുമ്പോഴത്തേക്ക് തോരനും റെഡിയാകുമല്ലോ. അപ്പം അങ്ങനെ അടച്ചു വെച്ചു. ചോറായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ ഊറ്റിയിട്ടു. അപ്പം അത്യാവശ്യം ഓരോ പണികളും നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ എടുത്ത് കൊത്തി അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ നാളത്തേക്കുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഓരോരോ പണികൾ ചെയ്ത് നീങ്ങി. അപ്പോൾ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം പറഞ്ഞു കണ്ടോ. അത് വറക്കുമ്പം തന്നെ അറിയാം നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല. ആ അടുപ്പിൽ കണ്ണിൽ തന്നെ വെച്ച് നല്ലവണ്ണം നല്ല അതിൻ്റെ ആ ചീര വെന്തേൻ്റെ ആ പരിപ്പിൻ്റെ അരപ്പിൻ്റെയൊക്കെ മണമെന്ന് പറയുമ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നിട്ട് ഇലയൊക്കെ വെന്തോന്നൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ സമയത്താണ് ഒരു അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ. ഒരല്പം ഉപ്പ് കുറവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തു. അപ്പം നമ്മുടെ ചീരത്തോരനും റെഡിയായി. മീൻ വറുത്തതും ചോറും ഒക്കെ റെഡിയായി കേട്ടോ. ഇനി ഇതെല്ലാം ഞങ്ങളെല്ലാം ഒന്ന് കഴിച്ചിട്ട് വേണം പാത്രമെല്ലാം കഴുകി റെഡിയാക്കി അടുക്കളയെല്ലാം വൃത്തിയാക്കണം. നാളത്തെ കേറ്ററിങ്ങിൻ്റെ പരിപാടിയെല്ലാം അങ്ങനെ ഒരുപാട് വർക്കുകളുണ്ട്, ജോലികളും കിടക്കുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ടില്ല നമ്മുടെ തോരനും മീൻ വറുത്തൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിനാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വോയിസ് വിട്ടതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ കാണും. അപ്പം കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാനെടുത്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല അടിപൊളി തോരനും മീൻ വറുത്തതും ചോറും കൂട്ടുകാർക്കൊക്കെ വേണമെങ്കിൽ ഇതാ ഇപ്പം വന്നാൽ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ച്. ഇത് തന്നെയാണ് മക്കൾക്ക് പിറ്റേന്ന് ഞാൻ സ്കൂളിലും കൊടുത്തു വിടാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. മീൻ വറുത്ത കൂടിയാണ് എല്ലാവരും ഞാൻ പോവാണ്. അപ്പോൾ ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ വേണം.